ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് പഴയ ഫർണിച്ചർ എങ്ങനെ വളരെ എളുപ്പത്തിൽ പുതിയതാക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു പഴയൊരു ഡൈനിങ് ടേബിൾ ആണ്. അപ്പോൾ ആ ഡൈനിങ് ടേബിൾ എങ്ങനെ നമുക്ക് പുതിയതാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ഭാവിയിൽ എന്തെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മളെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ടേബിള്. അപ്പോൾ ഈ ടേബിളാണ് നമ്മളിത് പുതിയതുപോലെ ആക്കാൻ പോകുന്നത്. ഇതുപോലെ ഹീറ്റ് ചെയ്ത് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഈ ബാക്കി വരുന്ന പോർഷൻ നമുക്ക് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം. അതും ഹീറ്റ് ചെയ്ത് തന്നെ മടക്കി വെക്കുന്നതാണ് നല്ലത്. ഒരു ഡിസൈൻ ടേബിൾ ആയതുകൊണ്ടാണ് നമ്മിങ്ങനെ കട്ട് ചെയ്യേണ്ടി വരുന്നത്.
ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ കട്ട് ചെയ്ത പോർഷനിൽ നമുക്ക് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ബാക്കിയുള്ള പോർഷൻ ഉളിച്ച് കളയാം. കട്ട് ചെയ്ത പോർഷനെ ഹീറ്റ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഹീറ്റ് ചെയ്യാം. ഈ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പോർഷൻ വുഡ് പാറ്റേണിലുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ പേപ്പർ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം സ്റ്റിക്കർ ഒട്ടിച്ച് തുടങ്ങിയാൽ മതി. അത് ഇതുപോലെ നന്നായിട്ട് എഡ്ജിൽ നിന്ന് തന്നെ നമ്മൾ മടക്കി വെച്ച ആ പോർഷനിൽ നിന്ന് തന്നെ നന്നായിട്ട് ക്യൂസ് ചെയ്യണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണത്. നമ്മളെ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് ആ കട്ടിങ് പോർഷനിൽ നമുക്ക് ഹീറ്റ് വെച്ച് ഹീറ്റ് ചെയ്യാം. നമ്മളെ ടേബിള് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ടേബിള്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ടേബിളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നന്ദി.